ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദു ഓതുക, വജ്ജഹ്തു ഇതൊക്കെ സുന്നത്താണ്. ഇത് ഒഴിവാക്കിയ നിസ്കാരം ബാത്തിലാവും. ബാത്തിലാവുന്നില്ല, പരിപൂർണത നഷ്ടപ്പെടും. വയുന്തബു ബഅദഹു ദുആഉൽ ഇഫ്തിതാഹിന്റെ ശേഷം സുന്നത്താക്കപ്പെടും എന്ത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുക. എന്നാൽ ഈ അഊദു എല്ലാ റക്അത്തും സുന്നത്തുണ്ടോ അല്ലേ? ഉണ്ടോ? വയതഅവ്വദു ഫീ കുല്ലി റക്അത്തിൻ, എല്ലാ റക്അത്തിലും അഊദു സുന്നത്തുണ്ട്. വഫിൽ ഊല ആക്കതു, ഒന്നാമത്തെ റക്അത്ത് ശക്തമായ സുന്നത്താണ്, ഒഴിവാക്കരുത്. മനസ്സിലായില്ലേ? പിന്നെ എന്നാൽ ആർക്കൊക്കെ ഇത് സുന്നത്ത്? ഇമാമിനും മഅ്മൂമിനും ഒറ്റക്ക് നിസ്കരിക്കുന്ന എല്ലാ ആളുകൾക്കും ഇത് സുന്നത്തുണ്ട്. കണ്ടില്ലേ? സവാഉനിൽ ഇമാമു വൽ മഅ്മൂമു വൽ മുൻഫരിദ്. അഊദുവേ സുന്നത്താണെന്ന വിഷയത്തിൽ ഇവരൊക്കെ സമാനം. പിന്നെ വൽ മുഫ്തരിദു ഫർദ് നിസ്കരിക്കുന്നയാൾക്കും വൽ മുതനഫിലു സുന്നത്ത് നിസ്കരിക്കുന്നയാൾക്കും ഹത്തൽ ജനാസത്തി മയ്യിത്ത് നിസ്കാരത്തിന് വരെ അഊദു സുന്നത്തുണ്ട്. ചില ആളുകൾ മനസ്സിലാക്കി ഫർദിനെ എന്തുള്ളൂ? അഊദു സുന്നത്തുള്ളൂ. സുന്നത്തിൽ വജ്ജത്ത് വേണ്ട, അഊദു വേണ്ട. പിന്നെ അത്തഹിയ്യാത്തിന്റെ അവിടെ സ്വലാത്ത് സ്വലാത്ത് വേണ്ട. അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു ആ ദുആ ഉണ്ടല്ലോ, അതൊന്നും വേണ്ട. ഇത് ഫർദിലേ ഉള്ളൂ എന്നൊരു തെറ്റായ ധാരണ ഉണ്ട്. അങ്ങനെയല്ല, ഇതൊക്കെ ഇതിന് സുന്നത്തുണ്ട്. ഏത് സുന്നത്തുണ്ടേ? എല്ലാ നിസ്കാരത്തിലും. എന്നാൽ അഊദു ഉറക്കനെ മെല്ലെ ഓതേണ്ടത്. വയസിറു ബിഹി, അഊദു പതുക്കനെ ഓതുക. ഫി സിർരിയത്തി വൽ ജഹരിയ്യ. മനസ്സിലായില്ലേ? പക്ഷെ അഊദു ഓതാത്തോണ്ട് നിസ്കാരം ബാത്തിലാവില്ല. പക്ഷെ ബിസ്മിയോ, നമ്മളെ മദ്ഹബിൽ ബിസ്മി ഓതിയിട്ടില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവും. പക്ഷെ ബിസ്മിയൊക്കെ ശ്രദ്ധിക്കുമ്പം നമ്മളിപ്പോൾ നമ്മൾ പറയാം, ഇപ്പം നൗഫൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആ നൗഫൽ എന്ന ഇസ്മിൻ്റെ പേരിൻ്റെ ഓരോ അക്ഷരങ്ങളും നമുക്ക് കൃത്യമായിട്ട് അറിയും അല്ലേ? അതിൻ്റെ മഖ്റജ്, അത് ഏത് അക്ഷരം നമുക്കറിയും. അതേപോലെ ഫാത്തിഹ സൂറ ഓതുമ്പോൾ ഓരോ അക്ഷരങ്ങളും വ്യക്തമായി അറിയണം. നമ്മൾ ഒരു ഒച്ച ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോഴല്ലേ ഹാ എവിടുന്നാ പുറപ്പെടുക? അവിടുന്ന് പുറപ്പെടുമ്പോഴേ ഹാ ആവുള്ളൂ. ഹാ അത് പുറപ്പെടേണ്ട ഇടത്തിൽ നിന്ന് പുറപ്പെടുമ്പോഴേ ഹാ ആവുള്ളൂ. ലാദ് ത്വാമപ്പള്ളി ഹാ ഹാ ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, കൃത്യമായി ഓതിയിട്ടില്ലെങ്കിൽ ഓത്ത് ബാത്തിലാവും. ഓത്ത് ബാത്തിലായ എന്ത് വേണ്ടേലും വായിച്ചോതണ്ടേ? ഇതിന് ഓത്ത് പേച്ച് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഫാത്തിഹ സൂറ, അത്തഹിയ്യാത്ത്, സലാം വീട്ടുക, തക്ബീർ ചൊല്ലുക, തുടക്കം സ്റ്റാർട്ടിങ് തക്ബീർ, ഇതിൻ്റെയൊക്കെ അക്ഷരങ്ങളും മഖ്റജുകളൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഉച്ചരിക്കണം. അല്ലെങ്കിൽ കാര്യം കട്ടപ്പുക. നിസ്കരിച്ചിട്ടുണ്ടാവും, പക്ഷെ നിസ്കാരമാവൂല. നിസ്കാരക്കാർ വരെ വർദ്ധിച്ച കാലായി കാലം. പക്ഷെ ചിലരെല്ലാം ഫാത്തിഹ സൂറത്ത് അധികമെന്ന് പറയാം പിഴപ്പിച്ചു. ഭൗതികപരമായിട്ട് ഭാഷകളൊക്കെ നല്ല കൈകാര്യം ചെയ്യും. പക്ഷേ ഫാത്തിഹ സൂറയുടെ ഭാഷ ഏതാ? അത് ഇംഗ്ലീഷും മലയാളമൊന്നുമല്ല, അത് ലുഗത്തുൽ അറബിയ. അപ്പോൾ ഫാത്തിഹ സൂറത്തൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ടെങ്കിൽ നിസ്കാരം ബാത്തിലാവും. ഫാത്തിഹ സൂറ ഓതാൻ കിട്ടാത്ത ആൾ തുടരാനും പറ്റൂല. അല്ലാഹു തആല എല്ലാം കൃത്യമായി ചെയ്യാനും ഓതുവാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്.